വെറുതെ ഓരോരോ തമാശക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാറില്ലേ? അതേപോലെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഒരു കാര്യവും ഇല്ലാതെ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. എന്തിനെന്നറിയോ? ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനൊക്കെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നെ കാണുമ്പോഴും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചൊക്കെ പരാതി പറയൽ തുടങ്ങി, കമൻ്റ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ കരുതിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന റീലെടുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യൽ തുടങ്ങിയത്. അവർക്കുള്ള അഭിപ്രായം പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിങ്ങാൻ അങ്ങ് മുമ്പോട്ട് പോയത്. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇത് കയറി പോരും എന്നുള്ളത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന തന്നെ കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന് ഗുരുവായൂർ പോയ സമയത്ത് അവിടെ കുറച്ച് യൂട്യൂബർമാരെ കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും തുടങ്ങിയിട്ടൊരു കാര്യവും ഇല്ല. അപ്പോൾ അവർ വെറുതെ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ആ പയ്യന്മാരാണ് കേട്ടോ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത്. എനിക്കിതിൻ്റെ ഒരു ഡീറ്റെയിലും അറിയില്ല, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന റീല് മാത്രമായിരുന്നു ഫസ്റ്റിൽ ഇതിൽ അപ്ലോഡ് ചെയ്യൽ. അതിൽ ഈ ഒരു പേര് തന്നെ എന്നോട് ചോദിച്ചു എന്ത് പേരിടുമെന്ന്. അപ്പോൾ എനിക്ക് എന്തിടും എന്നെനിക്ക് എങ്ങനെ നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് അവിടുന്ന് തോന്നിയൊരു പേരാണ് കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്ന്. അങ്ങനെയാണ് ഈ ഒരു പേരിൽ കൊടുത്തത്. ഇപ്പം ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ യൂട്യൂബ് ചാനൽ അങ്ങ് കയറിപ്പോയി. ഏകദേശം 20K സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എങ്ങാണ്ട് ആവാറായിട്ടോ. പോരാത്തതിന് അതിന്നൊരു വരുമാനം കിട്ടുന്ന രീതിയിലായി വന്നിട്ടുണ്ട് എല്ലാം കൂടിയും. അപ്പോൾ ഞാൻ വിചാരിക്കുക, പടച്ചോനെ, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വരുമാനം വരാനുള്ള രീതിയിലൊക്കെ ആയി വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ഓരോരോ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഓരോരോ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ശരിക്ക് അവർക്ക് എന്താണോ പറയാനുള്ളത് അത് നല്ലത് പറയുന്ന പോലും ഉണ്ട്, തെറി വിളിക്കുന്ന പോലും ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിലാട്ടോ ശരിക്കും തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഇത് കയറി പോന്നപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്താണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം. എൻ്റെ വിശേഷങ്ങൾ മാത്രം കേട്ടോ. പുറത്ത് നടക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചും ഞാൻ സംസാരിക്കാൻ വരില്ല. കാരണം ഒന്നിനും ഞാൻ ഇതുവരെ പ്രതികരിക്കാൻ പോയിട്ടില്ല. കാരണം ഈ പ്രതികരണശേഷി ഇല്ലാത്തതുകൊണ്ടല്ല. എന്തിനാ രണ്ട് കൈ ഒരുമിച്ച് അടിച്ചിട്ട് ഒച്ച ഉണ്ടാക്കുന്നത്? എനിക്ക് എൻ്റെ വഴി എന്താണോ ദൈവം തന്നത് ആ വഴിയിലൂടെ ഞാൻ മുമ്പോട്ട് പോവുള്ളൂ. അത് അവരുടെ അഭിപ്രായം അവരവിടെ പറഞ്ഞോട്ടെ. എനിക്കെതിരെ അവർ എന്തെങ്കിലും പോസ്റ്റ് ഇടണേ ഇട്ടോട്ടെ, ഞാൻ അതൊന്നും നോക്കാറില്ല. പല രീതിയിൽ എന്നെ ഉപദ്രവിക്കുന്ന രീതിയിൽ പല പോസ്റ്റുകളും വന്നു. ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ പോയിട്ടില്ല. എന്തോ ഒന്നിനെങ്ങാനും എനിക്ക് കെട്ടിട്ടെങ്ങാണ്ട് ഒന്നോ രണ്ടെണ്ണത്തിന് ഞാൻ പ്രതികരിച്ചു പോയിട്ടുണ്ട്. അപ്പോഴും വീട്ടിൽ നിന്നുള്ള സ്ട്രിക്റ്റ് ഓർഡറാണ്, ഒന്നിനും പ്രതികരിക്കണ്ട, നീ എന്താണ് അതിലൂടെ മുമ്പോട്ട് പോയാൽ മതി. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കണ്ണൻ്റെ കാര്യങ്ങൾ, ഞാൻ ജനിച്ചു വളർന്ന കാര്യങ്ങൾ, കണ്ണനിലേക്ക് വന്ന കാര്യങ്ങൾ, കണ്ണൻ്റെ ഓരോരോ അനുഭവങ്ങൾ, അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓരോ ദിവസങ്ങളായിട്ട് പങ്കുചേരാമെന്ന് വിചാരിക്കുന്നു. എൻ്റെയും കണ്ണൻ്റെയും വിശേഷം അറിയാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങളെ കൂടെ കൂടാം. അല്ലാത്തവർക്ക് കൂടെ കൂടുന്നതിന് വിരോധമല്ല, നിങ്ങളുടെ അഭിപ്രായം പറയുന്നതിനും വിരോധമല്ല. വെറുപ്പിക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക, അത്ര തന്നെ.